വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസുമായി നിയമോപദേഷ്ടാക്കൾ ചർച്ച നടത്തുകയാണ്. ബന്ധു നിയമന വിഷയത്തിലാണ് ചർച്ച എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വിവരങ്ങളുമായി ജീവൻ ചേർന്നുണ്ട്. ജീവൻ, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സൗമ്യ, ഒരു നീണ്ട അവധിക്ക് ശേഷം, പൂജ അവധിക്ക് ശേഷം ഇന്നാണ് പല സർക്കാർ ഓഫീസുകളും പ്രവർത്തനക്ഷമമാകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും BJP നേതാക്കളായ വി മുരളീധരനും കെ സുരേന്ദ്രൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധു നിയമന വിഷയത്തിൽ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർ ഒരു നിയമോപദേശം തേടിയിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി നിയമോപദേശം ലഭിക്കണം എന്ന തരത്തിലാണ് അദ്ദേഹം നിയമോപദേഷ്ടാക്കളോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ രാവിലെ വിജിലൻസ് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വിജിലൻസിന്റെ നിലവിലത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് ആയ വി ശശീന്ദ്രനും അതോടൊപ്പം ലീഗൽ അഡ്വൈസർ അഗസ്റ്റിനും അഡീഷണൽ ലീഗൽ അഡ്വൈസർ ചെറുന്നൂർ ഉണ്ണികൃഷ്ണനുമാണ് ഇപ്പോൾ വിജിലൻസ് ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കൂടാതെ എറണാകുളത്ത് നിന്ന് ഒരു പ്രമുഖ അഭിഭാഷകൻ കൂടി ഇവിടെ തലസ്ഥാനത്ത് എത്തും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ത്രിതലമായ നിയമോപദേശമാണ് ഇക്കാര്യത്തിൽ വിജിലൻസ് ഡയറക്ടർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിജിലൻസ് നിയമോപദേഷ്ടാക്കളിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷം ഒരിക്കൽ കൂടി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം സ്വകാര്യമായി ഉള്ള മറ്റു ചില അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടാനുള്ള സാധ്യതയും വിരളമല്ല. കാരണം നിരവധി നിയമ നൂലാമാലകൾ ഈ പരാതിയിലുണ്ട് എന്നതാണ് ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശത്തിന് വിജിലൻസ് ഡയറക്ടർ പ്രേരിപ്പിക്കുന്നത്. നേരത്തെ KM മാണിക്കെതിരായി VS അച്യുതാനന്ദൻ പരാതി നൽകിയ ഘട്ടത്തിലും അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന വിൻസെന്റ് അപ്പോൾ സമാനമായ രൂപത്തിൽ നിയമോപദേശം തേടിയിരുന്നു. നിയമോപദേശം തേടിയതിനു ശേഷം തന്നെയാണ് പ്രാഥമികാന്വേഷണം അന്ന് ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നിയമോപദേശം അനിവാര്യമാണ്. നിയമപ്രശ്നങ്ങൾ ഉള്ളത് ഒന്ന്, മന്ത്രി ആണോ ഈ കാര്യത്തിൽ നിയമന അധികാരി എന്നതാണ് പ്രധാനമായും വിജിലൻസിനെ കുഴക്കുന്നത്. കാരണം സുധീർ നമ്പ്യാരെയും അതോടൊപ്പം EP ജയരാജന്റെ ബന്ധുവായ DPയെയും നിയമിക്കുന്ന കടലാസിൽ EP ജയരാജൻ നേരിട്ട് ഒപ്പുവെക്കുകയോ അല്ലെങ്കിൽ നിർദ്ദേശം രേഖാമൂലം നൽകുകയോ ചെയ്തിട്ടുണ്ടോ എന്നതാണ് വിജിലൻസിന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയമന വിഷയത്തിൽ അതിന് റിയാബ് എന്നൊരു ഏജൻസിയാണ് ഇത് സംബന്ധിച്ച് ഇതിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർമാരെ നിയമിക്കുന്നതിനായി വെച്ചിരിക്കുന്നത്. അതിൽ റിയാബാണ് ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അത് മന്ത്രിയിലേക്ക് എത്രമാത്രം എത്തിച്ചേരാനാവും എന്ന കാര്യത്തിലും വിജിലൻസിന് ഇക്കാര്യത്തിൽ സംശയമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് ഡയറക്ടർ ഇപ്പോൾ നിയമോപദേഷ്ടാക്കളുമായി കൂടിക്കാഴ്ച നടക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ കൂടി ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സൗമ്യ, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ജേക്കബ് തോമസ് വിജിലൻസ് നിയമോപദേഷ്ടാക്കൾ ചർച്ച നടത്തുകയാണ്. ബന്ധു നിയമന വിഷയത്തിലെ അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് കൂടിക്കാഴ്ചയിൽ.